ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:45 ആയിക്കണം. സാധാരണ 6:15 6:30 6 മണിക്കാണ് എണീക്കാൻ ഉദ്ദേശിക്കണമെങ്കിലും 6:15 6:20 6:30 ആവും. അപ്പോൾ ഇന്ന് രാത്രി നേരത്തെ എണീറ്റു കേട്ടോ. എണീറ്റല്ല, അറിയാതെ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുമല്ലോ. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ 5:45 ആയതേ ഉള്ളൂ. പിന്നെ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയാൽ പണിയാവൂലേ. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് ഉറക്കം വരാത്തതുകൊണ്ടെങ്കിൽ രാവിലെ അങ്ങ് എണീറ്റു. അപ്പോൾ അവിടെ അടുക്കളയൊക്കെ പാത്രമൊക്കെ കഴുകി ഒതുക്കിയൊക്കെ വെച്ചിരിക്കുക. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ജോലിയിലോട്ടങ്ങ് കയറി. പിന്നെ കിച്ചുവിനൊക്കെ ഇന്ന് സ്കൂളുണ്ടല്ലോ, അപ്പോൾ സ്കൂളിൽ പോകണം. പിന്നെ അവർക്കുള്ള ആഹാരമൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ദോശയാണ്. ദോശക്കുള്ള മാവ് ഇവിടെ ഏകദേശം പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് കേട്ടൊന്ന് കലക്കി റെഡിയാക്കി വെക്കണം. നേരത്തെ ഉപ്പിട്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അങ്ങ് ചുട്ടെടുത്താൽ മതിയല്ലോ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അടുപ്പിലിടുക എന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അതിനാണല്ലോ രാവിലെ എണീക്കുന്നത്. കാരണം അത് രാവിലെ ഇട്ടാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഫസ്റ്റിലെ അങ്ങ് അരി അടുപ്പിലിടും. അപ്പോഴത്തേക്ക് കിച്ചു ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു രാവിലെ വിശക്കണം. ഞാൻ ചോദിച്ചത് എന്തോ ഒരു രാവിലെ ഒരു വിശപ്പം, മറ്റത് 8 ആകുമ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. ഒരുങ്ങി റെഡിയായിട്ട് വന്നപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും രാവിലെ അവൾ എണീറ്റ്. അപ്പോൾ പറയാൻ വിശക്കുന്നത് ഒരു നാളും ഇല്ലാത്ത ഒരു സംഭവമാണ്. എന്നാലും ഞാൻ വെച്ച് ചോദിച്ചേലെന്ന് വെച്ചിട്ട് ദോശ ചുട്ട് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ദോശയും ചമ്മന്തി കറിയാണ്. ഇപ്പം ദോശയും കടലിൽ 2 ദിവസം കൂടെ വെക്കുന്നുണ്ട്. അപ്പം കുറേ ദിവസമായി ചമ്മന്തി കറി വെച്ചിട്ട്. അപ്പം ഇന്ന് ദോശയും ചമ്മന്തി കറി ആക്കാമെന്ന് വെച്ചു. അരിയെല്ലാം അടുപ്പിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 ദോശയും ഞാനങ്ങ് ചുട്ടെടുത്തു. ഇനി ചമ്മന്തിക്കറി വെക്കണം. അതിനായിട്ട് തേങ്ങയെല്ലാം തിരികെ അരയ്ക്കാനായിട്ട് പോവുകയാണ്. ചമ്മന്തി കറിക്ക് എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളി നേരിട്ട് ഞാൻ എണ്ണയിലോട്ട് തന്നെ നേരിട്ട് അങ്ങ് അരിഞ്ഞിടണം. അതാണ് ഇത്തിരി കൂടി എളുപ്പം. അല്ലാത്ത ദിവസങ്ങളിൽ സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ വേറെ പാത്രത്തിനകത്ത് ഉള്ളിയും എല്ലാം കൂടെ കടുക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കടുക് വറുക്കും. ഇത് എളുപ്പം പണിക്കായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നേരിട്ട് ചൂട് എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഉള്ളി അരിഞ്ഞങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പം ദോശയും ചമ്മന്തിക്കറിയും റെഡിയായി. കിച്ചുവിന് ഇനിയിപ്പം ദോശ കൊടുക്കണം. ഇന്ന് പച്ചക്ക മെഴുക്ക് വരട്ടിയാണ്. പച്ചക്ക മെഴുക്ക് വരട്ടി തോരനായിട്ട് വയ്ക്കുന്നില്ല. പച്ച തേങ്ങ കരിഞ്ഞിട്ട് മെഴുക്ക് വരട്ടിയാണ്. പിന്നെ ഒരു തക്കാളി പുളിശ്ശേരി എന്തെങ്കിലും വയ്ക്കണം, ഒഴിക്കാനായിട്ട് എന്തെങ്കിലും വയ്ക്കണം. പിന്നെ മീൻ ഇതുവരെ വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എപ്പോൾ വരുമോ എന്തോ. താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൊരിച്ചു കൊടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പം പച്ചക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ക്യാരറ്റ് കൂടെ അങ്ങ് അരിഞ്ഞിടാന്ന് വെക്കുന്നു. അത് ഇതുപോലെ 4ആയിട്ട് തന്നെ പീസാക്കിയിട്ട് ഇതേ വലിപ്പത്തിൽ തന്നെ അരിയാം.
പച്ച തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരച്ചൊന്നുമില്ല. പിന്നെ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല, സാധാ മുരിപ്പൊട്ടിക്കത്ത് തേങ്ങയും ഇട്ടുന്നത്. എന്നിട്ട് എരിയൊന്നും ഇട്ടില്ല കേട്ടോ. എരിയൊക്കെ ഇട്ടാൽ പിന്നെ അവനും തിന്നാൻ പാടില്ല. അതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചത് നോക്കി കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. രാവിലെ ഇവിടെ കുളിച്ച് റെഡിയായി യൂണിഫോം ഇട്ടൊന്ന് ഇരിപ്പുണ്ട്. ഇപ്പം ദോശ ഇരിപ്പുണ്ടായിരുന്നത് കൊടുത്തപ്പോൾ അവന് ചൂട് ദോശ മതി. അത് ചമ്മന്തി കറി, ഇത് ഒഴിച്ച് കറി. വൈഷ്ണവിന് ദോശ മതിയെന്ന്. പിന്നെ കൃഷ്ണപ്രിയക്ക് വൈഷ്ണവിന്റെ പാത്രം വേണമെന്ന്. ചെറിയ കുഞ്ഞു പാത്രമാണ്, അതിനകത്ത് അവർക്ക് വയറേറെ ഉണ്ടോ, അപ്പോൾ അവർക്ക് അതിൽ വേണമെന്ന് പറയുന്നത്. കൊച്ചൊരു പാത്രമാണ്, അപ്പോൾ അത് മതിയെന്നാണ് പറയുന്നത്. പിന്നെ വൈഷ്ണവിന് ചോറ് വേണ്ടത്. അവന് കാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഡലിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അവന് കൊണ്ടുപോയി ഇഷ്ടം. അപ്പോൾ ഇന്ന് ദോശ കണ്ടപ്പോഴത്തേക്ക് ഒരു ദോശ മതി, ചോറ് വേണ്ട. ചിലപ്പോൾ ഞാൻ അത് കേൾക്കാൻ നിർബന്ധം പിടിച്ച് ഞാൻ കൊടുത്തു വിടും. ഇന്ന് ഞാൻ പിന്നെ പോട്ടേന്ന് വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചോറൊക്കെ ഇടണം. അവന് ദോശയാണ് കൊടുക്കുന്നത്, അപ്പൊ പിച്ചയാണ് വെച്ച് കൊടുക്കുന്നത്. അവന് കറി വേറെ പാത്രത്തിൽ ഒഴിക്കുന്നില്ല, കാരണം അവന് പാടായിട്ട് അതിൽ തന്നെയാണ് ഒഴിക്കുന്നത്. കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടേ. പിന്നെ വന്നിട്ട് പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണ്ടായിരുന്നു. ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചു. പാത്രമൊക്കെ പിന്നെ കഴുകി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതും കഴുകിയൊക്കെ ഒഴിച്ചു. കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം തൊലിക്കാനുള്ളൊരു മടി കൊണ്ട് ഞാനിങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി ഇരുന്നാൽ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചെടുത്ത് മെടുക്കും വരട്ടാന്ന് അതിനായിട്ട് തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇത്തിരി ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ മധുരം വരും. അപ്പം പിന്നെ ആ മെഴുക്ക് വരട്ടുന്നത് അത്ര ശരിയാവില്ല, മധുരം വയ്ക്കും. അപ്പം ഞാൻ അങ്ങനെ ആ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഇത് ലിക്വിഡ് വാങ്ങിച്ചില്ല, സർഫ് ഒന്നുമില്ല, ലിക്വിഡെല്ലാം തീർന്നു. അപ്പം മീനും കണ്ടിച്ചൊന്നുമില്ല, മീൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് അടുപ്പിലാക്കിയിട്ട് മീൻ കണ്ടിക്കാമെന്ന് വെച്ചാണ്. അപ്പോഴത്തേക്ക് ഇതിരുന്ന് അവിടെ നിന്ന് വേവുമല്ലോ. അപ്പോൾ ഇതെല്ലാം തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നീളത്തിന് അരിയുന്ന കേട്ടോ, വട്ടത്തിനല്ല, നീളത്തിന് അരിയാം. നീളത്തിന് ഇതുപോലെ
2 4 കരിയും, 2 അരിയാം. കുറച്ചും കൂടി ഇരിപ്പുണ്ട്, അത് ഞാൻ അവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അവിച്ചഴിക്കാനായിട്ട് കുറച്ച് ഇഷ്ടമാണ്. മെഴുക്കുവരട്ടി അത്ര ഇതല്ല. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ വൃത്തിയാക്കില്ല കേട്ടോ. വൃത്തിയാക്കാത്തല്ല, ഞാൻ ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് അത്രയ്ക്ക് പോണില്ല. ഇത് വെള്ളത്തിടണം, വെള്ളത്തിടുമ്പോഴേ കുതിരത്തുള്ളൂ. പിന്നെ തൊലി ഇരുന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. എന്നാലും മാക്സിമം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വൃത്തിയാവാറുള്ളൂ. ചിലതൊക്കെ ഒട്ടും ഇളവുന്നില്ല, ഇതൊന്നും ഒട്ടും ഇളവുന്നില്ല. ഇളക്കാൻ പറ്റുന്നതൊക്കെ ഇളക്കിയിട്ടുണ്ട്, ബാക്കിയത് ഇരിപ്പുണ്ട്. ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റാനുണ്ട്, അത് കുഴപ്പമില്ല. ആ സമയത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം, അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ വറ്റിക്കോളും. അപ്പം മീൻകറി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ തക്കാളി കരിഞ്ഞിട്ട് കൊടുത്ത് ഇനി കണിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീൻകറിക്ക് തേങ്ങ പൊട്ടിച്ചപ്പം അതിനകത്ത് കണ്ടതാ. തേങ്ങയുടെ ഞൊങ്ങ് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അടുത്ത തേങ്ങ പൊട്ടിച്ച് മീൻകറി വെച്ച്. വേറെ തേങ്ങ ഇല്ലായിരുന്നെങ്കിൽ പണിയായി. ഈ തേങ്ങ മതിരിക്കും, മീൻകറി കഴിക്കാൻ പിന്നെ പറ്റത്തില്ല. അങ്ങനെ ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കയും കൂടെ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് വേറെ തേങ്ങ അരച്ച് മീൻകറി വെച്ചു. ഞാൻ ഇതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഉണ്ട്. ഒന്ന് ഉറപ്പിക്കാം, ഇത് മൊത്തം കഴിക്കത്തില്ല. കുറച്ചൊന്നും കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കും. തണുക്കുമ്പോൾ കഴിക്കാറുണ്ട്, ടേസ്റ്റാണ്. മീൻകറി ഇല്ല, റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് ഇടയെന്ന്. ഇത് ചക്കക്കുരു മെഴുക്കുവരട്ടി ഞാൻ എടുക്കുന്നില്ലെന്ന് വെച്ചത്. അപ്പം കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഞാൻ കുറച്ച് എടുക്കാമെന്ന് വെച്ചു. ഒരുപാടൊന്നും എടുക്കുന്നു കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ. ഇത്രയും മതി. ഇത് രാവിലത്തെ മെഴുക്കുവരട്ടി, പച്ചക്കായൊക്കെ വെച്ചരിട്ടില്ലേ അത്, പച്ചക്കായും ക്യാരറ്റ്. ഇത് ഉള്ളിയും മുളകും കൂടെ വറുത്തതാട്ടോ. ഇത് ഇന്നലത്തേക്ക് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കുറച്ച് വെച്ചിരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചിരുന്ന. അത് തീർക്കുകയാണ്, ഇനിയിപ്പോൾ വെച്ച് വയ്ക്കുന്നില്ല. ഒരു പീസ് വയ്ക്കാം. ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് മീൻകറിയുടെ ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ കറി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒഴിക്കാം. കുറച്ച് മീൻകറി ഒഴിക്കാം. അപ്പം ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഇത് പച്ചക്കായും ക്യാരറ്റുള്ള മെഴുക്ക് വരട്ടിയത്, ഇത് ചക്കക്കുരു മെഴുക്ക് വരട്ടിയത്, ഇത് മുളക് ഉള്ളിയും കൂടെ വറുത്തത്, ഇത് നാരങ്ങ അച്ചാറ്, മീൻകറി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുടെ വീണ്ടും വരാം.